യൂട്യൂബ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്തോ? വയലേഷൻ, റീയൂസ് കണ്ടന്റ് എന്ന പേരിൽ വാണിംഗ് കൊടുത്തോ? പേടിക്കേണ്ട. ഇന്ന് ഈ വീഡിയോയിൽ യൂട്യൂബിൽ എങ്ങനെ ശരിയായ രീതിയിൽ അപ്പീൽ ചെയ്യാമെന്ന് പൂർണ്ണമായും വിശദീകരിക്കാം. ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ അപ്ഡേറ്റ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യൂട്യൂബ് വയലേഷൻ്റെ കോമൺ റീസൺ എന്നുള്ളത് ഒന്നാമത് നമ്മൾ ജെന്യൂൻ അല്ലാത്ത ഒരു സബ്സ്ക്രിപ്ഷൻസോ അല്ലെങ്കിൽ വാച്ചിങ് അവേഴ്സോ കൂട്ടാൻ ശ്രമിക്കുന്നതിലൂടെയാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് 1000 സബ്സ്ക്രിപ്ഷനും 4000 വാച്ചിങ് അവറും കംപ്ലീറ്റ് ആയി നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മളൊന്ന് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുന്നത്. റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ മറ്റുള്ള കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ അതിലൊരു ചേഞ്ചസ് വരുന്നത് ഡയറക്റ്റ് നമ്മൾ അതിലോട്ട് നമ്മുടെ യൂട്യൂബിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിലാണ് പ്രശ്നം വരുന്നത്. നമ്മുടെ വോയിസ് ഓവർ ഇല്ല, നമ്മുടെ പ്രസൻസ് ഇല്ല. ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ ഡിസേബിൾഡ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് അപ്പീൽ ചെയ്യേണ്ട വഴി എന്നുള്ളത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് മോണിറ്റൈസേഷൻ ടാബ് ഓപ്പൺ ചെയ്യുക. അവിടെ അപ്പീൽ നൗ എന്നുള്ളത് നമുക്കുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതായത് ക്രിയേറ്റ് എ വീഡിയോ ഫോർ യുവർ അപ്പീൽ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് അവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഫിലിം യുവർ വീഡിയോ ഇൻ എ സപ്പോർട്ട് ലാംഗ്വേജ്, നമ്മുടെ ആയിട്ടുള്ള സപ്പോർട്ട് ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മൾ ഫിലിം ചെയ്യാനാണ് പറയുന്നത്. അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ചെയ്യുവാണെങ്കിൽ അവർ പെട്ടെന്ന് അതിൻ്റെ റിവ്യൂ നമുക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. പിന്നെ പറഞ്ഞ കീപ്പ് യുവർ വീഡിയോ അണ്ടർ 5 മിനിറ്റ്, 5 മിനിറ്റിനകത്തുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ആ വീഡിയോയിൽ പിന്നെ നമുക്ക് ആദ്യം തുടക്കത്തിൽ തന്നെ ഒരു 30 സെക്കൻഡിനകത്ത് നമ്മുടെ വീഡിയോയുടെ അതായത് നമ്മുടെ ചാനലിൻ്റെ URL നമ്മളതിൽ ലിങ്ക് പേസ്റ്റ് ചെയ്തിരിക്കണം. ആദ്യത്തെ 30 സെക്കൻഡിന് മെൻഷൻ ദ റിവ്യൂവേഴ്സ് ഫീഡ്ബാക്ക് ആൻഡ് ടെൽ us why it is a mistake. അതായത് ഫീഡ്ബാക്ക് അവർ നമുക്ക് തന്നിട്ടുള്ള ഫീഡ്ബാക്ക് എന്താണ് നമ്മൾ മെൻഷൻ ചെയ്യണം. അതായത് വയലേഷൻ ആണെങ്കിൽ വയലേഷൻ, റീയൂസ്ഡ് ആണെങ്കിൽ റീയൂസ്ഡ്, എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള ഫീഡ്ബാക്ക് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അത് മെൻഷൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ മിസ്റ്റേക്കിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അപ്പീലാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ പ്രൊവൈഡ് വിഷ്വൽ എക്സാമ്പിൾസ് ഓഫ് ഹൗ യു ക്രിയേറ്റ് വീഡിയോസ് ഇൻക്ലൂഡിങ് ഹൗ യു ഫിലിം ആൻഡ് എഡിറ്റ് ദം. അതായത് നമ്മൾ ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളെ കണ്ടൻസ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനൊരു വീഡിയോ ചെയ്ത് അവർക്ക് അപ്പീലായിട്ട് കൊടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാനൊരു ഡെമോ ആയിട്ട് ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഡെമോ നമുക്ക് ഇവിടെ കാണാം. യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ആദ്യത്തെ 30 സെക്കൻഡിനകത്ത് നമ്മുടെ ചാനലിൻ്റെ URL ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഹായ് യൂട്യൂബ്, മൈ ചാനൽ നെയിം ഈസ്, ഇവിടെ നമ്മുടെ ചാനൽ നെയിം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റിവ്യൂ ഈസ് ഫീഡ്ബാക്ക് ആസ് ദ ചാനൽ വയലേഷൻ ഓഫ് ദ യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി. I always strive to follow YouTube's policy and provide value through original work and own voice. Let me walk you through my creative process. I create my content myself by using KineMaster app, which is paid service, edited my videos, insert animation and music. I used exclusive snaps and images in my videos, few were taken from Google and edited myself before upload. Thumbnails are created by Thumbnail app, which is paid service, and I recorded my voiceover app by using HoloLens microphone. Then I import into the KineMaster app and do my creative process. My channel focuses on sharing original travel experiences, food and tips. I handwrite my script, do for my videos and create my own scripts and voice, then I edit all the videos myself and scratch using KineMaster. I take great care to create and edit all my videos personally, adding unique commentary, original footage and creative storytelling. This is my creative workflow. Most of my videos content related food and travels. I use my own voice for my voiceover, exclusive clips you have seen in the videos. If any part of the content unintentionally violated a policy, I am open to correcting or editing the video as necessary. I would greatly appreciate any clarification or guidance you can provide so I can ensure compliance in the future. And I hope this will be sufficient. Thank you for your time and consideration. Have a great day. അപ്പോൾ ഇതാണ് അപ്പീൽ ചെയ്യാനുള്ള ഒരു ഡെമോ വീഡിയോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേഞ്ചസുകൾക്ക് വരുത്തി നിങ്ങൾക്ക് ഇത് സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഈ കോണ്ടന്റ് ഒറിജിനൽ ആണെങ്കിൽ നമുക്ക് ഈ അപ്പീൽ വിജയിക്കാൻ പറ്റും. അവർ അനലൈസ് ചെയ്തതിന് ശേഷം അത് ജെന്യൂൻ ആണെന്ന് തോന്നിയാൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ തരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നോ? താഴെ കമന്റിൽ അറിയിക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.